ഒരു കോളേജ് അനുവദിച്ചാൽ ആ കോളേജ് അത് യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞാൽ അനുവദിക്കുന്ന ആ കൊല്ലമോ രണ്ടാമത്തെ കൊല്ലമോ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ പോവില്ല. സ്വാഭാവികമായിട്ടും അതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സ്ഥലമേറ്റെടുക്കാനും അതിന്റെ തുടർ കാര്യങ്ങളിലേക്ക് പോകാൻ സമയമെടുക്കും. ഇവിടെയുള്ള ഈ മണ്ഡലത്തിലെ കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പറയട്ടെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്താ ചർച്ച? ഞങ്ങൾ അങ്ങനെ ജനങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്നവരല്ല. ആ കോളേജിന്റെ മെച്ചപ്പെട്ട നിലയിലുള്ള മുന്നോട്ട് പോക്കിന് ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. ആ കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിരിക്കും. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഒരു കോളേജിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച് 2500 സ്കൂൾ അടച്ചുപൂട്ടലിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. അതിന് തൊട്ട് മുന്നേ ആന്റണി. കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വഴിമരുന്നിട്ടവർ അത് UDF-ന്റെ കാലമായിരുന്നു. ഉമ്മൻചാണ്ടി എല്ലാ സ്ഥലത്തും പോയി കല്ലിടും. കല്ലിടൽ മുഖ്യമന്ത്രിയാണ്. കല്ലിടുകയെന്നല്ലാതെ മറ്റൊന്നും ഇവർ ചെയ്യില്ല. അടുത്ത ചോദ്യം. കല്ലിടാൻ ആർക്കുമാവും. അതുകൊണ്ട് കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും.